ഒടുവിൽ പ്രതീക്ഷിച്ചത് തന്നെ സംഭവിച്ചു. PV അൻവർ രംഗത്തിറങ്ങി. PV അൻവർ രംഗത്തിറങ്ങിയത് ആർക്കെതിരെയാണ്? പിണറായി വിജയനെതിരെയല്ല, മുഹമ്മദ് റിയാസിനെതിരെയല്ല, CPIM-നും എതിരെയല്ല, പിന്നെ UDF-നും കോൺഗ്രസിനും എതിരെ. എന്താണ് അദ്ദേഹം പറഞ്ഞത്? എന്നെ പിന്നിൽ നിന്ന് കുത്തി, എന്നെ വഞ്ചിച്ചു, ചതിച്ചു എന്നൊക്കെ പറഞ്ഞ് വിലപിക്കുകയാണ് ഇപ്പോൾ PV അൻവർ. PV അൻവർ സ്ഥലത്തില്ല, അദ്ദേഹം വിദേശത്താണ്. PV അൻവർ ഒരു സംശയം വേണ്ട, UDF-ന്റെ കുന്തമുനയായിരുന്നു. UDF ഏറ്റവും കൂടുതൽ ആശ്രയിച്ചവരിൽ ഒരാൾ PV അൻവർ ആയിരുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് പിണറായി വിജയനെതിരെ, മുഹമ്മദ് റിയാസിനെതിരെയൊക്കെ വലിയ തോതിൽ പ്രചാരണം നടത്തിയിരുന്നു PV അൻവർ. മാധ്യമങ്ങൾ വലിയ പ്രാധാന്യവും കൊടുത്തു PV അൻവറിനെ UDF-ന് വേണ്ടി. UDF PV അൻവറിനെ ബേപ്പൂർ സ്ഥാനാർത്ഥിയാക്കി. മരുമോനിസത്തിനെതിരെ ഞാനിതാ ബേപ്പൂരിൽ മുഹമ്മദ് റിയാസിനെതിരെ മത്സരിക്കും, ഇതായിരുന്നു പ്രഖ്യാപിച്ചത് PV അൻവർ. മത്സരിച്ചു, തോറ്റപ്പോൾ കോഴിക്കോട് DCC പ്രസിഡന്റ് പ്രവീൺ കുമാർ പറഞ്ഞു, ബേപ്പൂരിൽ സ്ഥാനാർത്ഥി നിർണയം പാളി. അവിടെ കോണിയിലോ കൈപ്പത്തിയിലോ ഒരാൾ മത്സരിച്ചിരുന്നുവെങ്കിൽ 13-ൽ 13 സീറ്റും കോഴിക്കോട് ജില്ലയിൽ UDF നേടിയേനെ എന്ന്. അതിനെതിരെയാണ് ഇപ്പോൾ PV അൻവർ രംഗത്ത് വന്നിരിക്കുന്നത് ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ. പോസ്റ്റിൽ പറയുന്നത് ഇങ്ങനെയാണ്: ചതിച്ചതാര്? ചന്തു തന്നെ. മഷിയിട്ട് നോക്കേണ്ട കാര്യമില്ല, ഉത്തരവാദിത്തപ്പെട്ടവർ തന്നെ വിളിച്ചു പറഞ്ഞത് കേട്ടു. ബേപ്പൂരിലെ ജനങ്ങളും സഖാക്കളും എന്നെ വിജയിപ്പിച്ചപ്പോൾ പരാജയപ്പെടുത്തിയത് ചേർത്ത് നിർത്താൻ ബാധ്യതപ്പെട്ടവർ തന്നെ എന്ന് പറഞ്ഞുകൊണ്ടാണ് PV അൻവർ പോസ്റ്റ് ആരംഭിക്കുന്നത്. ബേപ്പൂരിലെ ജനങ്ങളും സഖാക്കളും എനിക്ക് വോട്ട് ചെയ്തു, എന്നോടൊപ്പം നിന്നു. എന്നാൽ കോൺഗ്രസ്, UDF എന്നോടൊപ്പം നിന്നില്ല. ഇത് പറയുന്നത് PV അൻവറാണ്. ബേപ്പൂരിലെ സ്ഥാനാർത്ഥിയാണ് PV അൻവറാണ്. 1.5 വർഷമായി ഞാൻ നടത്തിയ പോരാട്ടത്തിന്റെ അർത്ഥവും സത്യവും വെളിവാകുന്ന രീതിയിൽ സത്യങ്ങൾ ഓരോന്നായി പുറത്തു വരികയാണ്. ക്രിയാത്മക പ്രതിപക്ഷം എന്ന നിലയിൽ പിണറായിസത്തിനും മരുമോനിസത്തിനും കുടുംബാധിപത്യത്തിനുമെതിരായി ഞാൻ നടത്തിയ ഒറ്റയാൾ പോരാട്ടം തന്നെയാണ് 102 സീറ്റിന്റെ ഉയരത്തിലേക്ക് ചവിട്ടിക്കയറാൻ UDF-നെ പ്രാപ്തമാക്കിയത്. ആ 102-ൽ എനിക്ക് ഗുരുതുല്യമായവരും അഭിവന്ദ്യരും സമാദരണീയരുമായ വ്യക്തിത്വങ്ങളുണ്ട്. അവരോടുള്ള ബഹുമാനം നിലനിർത്തിക്കൊണ്ട് തന്നെ പറയട്ടെ, പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഒരു വാർഡിലേക്ക് മത്സരിച്ചാൽ പോലും കെട്ടിവെച്ച കാശ് തിരികെ ലഭിക്കാൻ സാധ്യതയില്ലാത്ത ബഹുഭൂരിപക്ഷം പേരും വിജയിച്ചത് ഇന്ന് പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന പിണറായിസത്തിൻ്റെ മുഖം മൂടി വലിച്ചു കീറി എൻ്റെ ആരോഗ്യവും ജീവനും സമ്പത്തും വകവെക്കാതെയും പരിഗണിക്കാതെയും സ്ഥാനമാനങ്ങൾ ത്യജിച്ചും രാഷ്ട്രീയ ഭാവിക്ക് വേണ്ടി ഒട്ടും അഡ്ജസ്റ്റ് ചെയ്യാതെയും പൊതുസമൂഹത്തിൻ്റെ മുന്നിൽ ഞാൻ തുറന്നു കാണിച്ചത് കൊണ്ടാണ് എന്ന് മറക്കരുത്. മലർന്നു കിടന്നു തൊപ്പുന്നവർ ഈ മുന്നണിയുമായി സഹകരിക്കാൻ ഭാവിയിലും തയ്യാറായേക്കാവുന്ന സംഘടനകൾക്കും വ്യക്തികൾക്കും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കും നൽകുന്ന സന്ദേശം എന്താണ് എന്നുകൂടി വ്യക്തമാക്കേണ്ടതുണ്ട്. തെരഞ്ഞെടുപ്പിലെ ദിവസങ്ങൾക്ക് മുൻപ് പ്രചരണത്തിന് എത്തിയ നിലവിലെ മുഖ്യമന്ത്രി ഒരു യോഗത്തിൽ വെച്ച് ബേപ്പൂരിൽ PV അൻവറിനെ വിജയിപ്പിച്ചാൽ ബേപ്പൂരിന് ഒരു സമ്മാനമുണ്ട് എന്ന് പറഞ്ഞതിലൂടെ മന്ത്രിസ്ഥാനം സ്വപ്നം കണ്ടവരുടെ ഉറക്കം കെട്ടിരുന്നു എന്നതും പുനഃപരിശോധിക്കേണ്ടതുണ്ട്. ഇത് കേട്ടപ്പോൾ ബ്രൂട്ടസേ നീയും എന്നെനിക്ക് തോന്നിയില്ല. കാരണം എനിക്കത് അന്നേ മനസ്സിലായതാണ്. പാളയത്തിലെ ചതിയും പിന്നിൽ നിന്നുള്ള കുത്തും ഏറെ വേദനിപ്പിച്ചു എന്നുള്ളത് സത്യം തന്നെയാണ്. എൻ്റെ നിശബ്ദമായ പിൻവാങ്ങലിന് കാരണവും അതാണ്. ചേർത്തു പിടിക്കേണ്ടവരാൽ ചതിക്കപ്പെട്ടു എന്ന് ഈ സമൂഹത്തോട് വിളിച്ചു പറയാൻ എനിക്ക് ജാള്യതയുണ്ട്. അതെൻ്റെ ചരിത്രപരമായ പാരമ്പര്യത്തിൽ നിന്നും ഉണ്ടായിത്തീരുന്നതാണ്. ഞങ്ങൾ ചതിച്ചത് തന്നെ എന്ന് വിളിച്ചു പറയാൻ ഉൾപ്പില്ലാത്തവർ ഉണ്ടെങ്കിൽ ഇനിയും പറയട്ടെ. പക്ഷേ രാവും പകലുമില്ലാതെ എൻ്റെ കൂടെ പ്രവർത്തിച്ച സാധാരണക്കാരായ പ്രവർത്തകരോടും അവരുടെ കുടുംബാംഗങ്ങളോടും കേരളത്തിലെ ജനാധിപത്യ വിശ്വാസികളോടും പിണറായിസത്തിനെതിരെ കൈകോർത്ത് തോളോട് തോൾ ചേർന്ന് നിന്ന് പോരാടിയ സഖാക്കൾ അടക്കമുള്ള ആപാരവൃദ്ധം ജനങ്ങളോടുള്ള നന്ദിയും കടപ്പാടും എന്നും എൻ്റെ മനസ്സിൽ സുദൃഢമായിരിക്കും. നിങ്ങളുടെ സ്വന്തം PV അൻവർ എന്ന് പറഞ്ഞുകൊണ്ടാണ് പോസ്റ്റ് അവസാനിപ്പിക്കുന്നത്. ഇതിൽ അദ്ദേഹം പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. UDF ജയിച്ചത്, 102 സീറ്റ് നേടിയത് ഞാൻ നടത്തിയ പോരാട്ടത്തിൻ്റെ ഫലമാണ്. പിണറായിക്കെതിരെ, PV മുഹമ്മദ് റിയാസിനെതിരെ, CPM-നെതിരെ ഞാൻ നടത്തിയ പോരാട്ടമുണ്ട്. മുഖം മൂടി വലിച്ചു കീറുന്ന പോരാട്ടമായിരുന്നു നടത്തിയത് എന്ന്.
അതുകൊണ്ട് ഞാൻ നടത്തിയ പോരാട്ടത്തിൻ്റെ ഫലമാണ് UDFിൻ്റെ വിജയം. പക്ഷേ എന്നെ ചതിച്ചു, പിന്നിൽ നിന്ന് കുത്തി എന്നാണ് പറയുന്നത് PV അൻവർ. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു, UDF അധികാരത്തിൽ വന്നു, PV അൻവർ എവിടെയുമില്ല. PV അൻവറിനോടൊപ്പം നിന്നവരും എവിടെയുമില്ല. എല്ലാവരെയും ചവിട്ടി പുറത്താക്കി. PV അൻവർ വിദേശത്തേക്ക് പോയി, അവിടെ ജോലി ചെയ്യുകയാണ് എന്നാണ് കേൾക്കുന്നത്. PV അൻവറിനെ വിശ്വസിച്ച് PV അൻവറിനോടൊപ്പം നിന്ന് UDFിന് വേണ്ടി പ്രവർത്തിച്ച നിരവധി ആളുകളുണ്ട്. അവരെല്ലാം ഇപ്പോൾ നിരാലംബരായി തെരുവിൽ തെണ്ടി നടക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ വന്നു. ആരും തിരിഞ്ഞു നോക്കുന്നില്ല, ആരും ഒന്ന് കൈകൊടുക്കുന്നില്ല. ഒരു UDF നേതാവും കോൺഗ്രസ് നേതാവും രമേശ് ചെന്നിത്തലയോ VD സതീശനോ ഒന്നും കാണുകയോ നോക്കുകയോ പോലും ചെയ്യുന്നില്ല ഇവരെല്ലാവരും ഇപ്പോൾ തെരുവിലാണ്, എന്ത് ചെയ്യണമെന്നറിയാതെ. അപ്പോഴാണ് PV അൻവറുടെ ഫേസ്ബുക്ക് പോസ്റ്റ് വരുന്നത്, രൂക്ഷമായി UDFിനെ കോൺഗ്രസിനെ വിമർശിച്ചതുകൊണ്ട്. അതാണ് പ്രേക്ഷകർ ഇപ്പോൾ കേട്ടത്.